സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണിന്ന്. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് AIYFന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മതനിരപേക്ഷത സംരക്ഷണ പരിപാടിയുടെ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചതിൽ സംഘാടകരോടെല്ലാം ആദ്യമായി നന്ദി രേഖപ്പെടുത്തട്ടെ. മഹാത്മാഗാന്ധി ആധുനിക ഭാരതത്തിൻ്റെ പിതാവായാണ് അറിയപ്പെടുന്നത്. നല്ല ഒന്നാന്തരം മതവിശ്വാസിയായിരുന്നു അദ്ദേഹം. എന്നാൽ മതത്തിൻ്റെ അനീതികൾക്കെതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് രാമരാജ്യമാണ് എന്ന്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രാമൻ അയോധ്യയിലെ രാമനല്ല, അയോധ്യയിലെ രാജാവല്ല എൻ്റെ രാമൻ. എൻ്റെ രാമൻ എന്ന് പറയുന്നത് മനസ്സിലെ സത്യബോധമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. രാമനും റഹീമും ഒന്നാണ്. രാം റഹീം ഏക് ഹോ എന്ന് പറഞ്ഞ മഹാത്മജി അദ്ദേഹത്തിൻ്റെ ഭജനയിൽ അദ്ദേഹം രഘുപതി രാഘവ രാജാറാം എന്ന് പാടി നടക്കുന്ന സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ അല്ല തേരേ നാം എന്ന് പറയുന്ന മഹാത്മാഗാന്ധി. മതസാഹോദര്യത്തിന്, മനുഷ്യ സാഹോദര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. നാം ഓർക്കുന്നുണ്ട്, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സന്ദർഭത്തിൽ, വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ വർഗീയ കലാപങ്ങളുണ്ടായി നമ്മുടെ രാജ്യത്ത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിലേക്ക് പോകാനും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനും സന്നദ്ധമായി മുന്നോട്ട് വന്നത്. അതിൻ്റെ മേലെ നടന്ന ഏറ്റുമുട്ടലുകൾ നിരവധിയാണ്. പഞ്ചാബിൽ ഏകദേശം 1 ലക്ഷത്തോളം ആളുകളാണ് മരിച്ചു വീണത്. മൗണ്ട് ബാറ്റൻ പ്രഭു, അന്നത്തെ ഗവർണർ ജനറൽ, അദ്ദേഹം എഴുതിയ ഒരു കത്ത്, മഹാത്മാഗാന്ധിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 1 ലക്ഷം ബ്രിട്ടീഷ് പട്ടാളത്തെയാണ് പഞ്ചാബിലെ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി അയച്ചത്. പക്ഷേ 1 ലക്ഷം ആളുകൾ അവിടെ മരിച്ചു വീണു. മഹാത്മാഗാന്ധി ബംഗാളിലേക്ക് അദ്ദേഹവും അനുയായികളും അതുപോലെ തന്നെ അവിടെയുള്ള ദേശാഭിമാന ബോധമുള്ളവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദു മുസൽമാൻ ഏക് ഹോ എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് നടന്നു നീങ്ങി. പലരും പറയുന്നത് പോലെ അർദ്ധനഗ്നനായ ഫക്കീർ മുട്ടൻ വടിയുമായി ചോരച്ചാലുകളിലൂടെ നടന്നു നീങ്ങി. എന്തിനാണ് നിങ്ങൾ പരസ്പരം തല്ലി മരിക്കുന്നത് എന്ന് ഹൃദയസ്പൃക്കായി അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചു. താരതമ്യേന നവഖാലിയിലെ മരണത്തിൻ്റെ എണ്ണം കുറവായിരുന്നു. അതാണ് മൗണ്ട് ബാറ്റൻ പറഞ്ഞത്, അങ്ങ് ഒരൊറ്റയാൾ പട്ടാളമാണ്. ഞാൻ 1 ലക്ഷം പട്ടാളത്തെ പഞ്ചാബിൽ അയച്ചെങ്കിലും അവിടെ ഒട്ടേറെ ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ ബംഗാളിലെ കൊലയപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നു. ആ നിലപാട് സ്വീകരിച്ച മതേതരവാദിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് നമുക്ക് കാണാൻ കഴിയും. 1948 ജനുവരി മാസം 30-ാം തീയതി സവർക്കറുടെ അനുയായി ഗോഡ്സെയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. ഗോഡ്സെ വിചാരണ ചെയ്ത സന്ദർഭത്തിൽ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഷിംലയിലെ കോടതിയിലാണ് ഗോഡ്സെ വിചാരണ ചെയ്യപ്പെട്ടത്. ഗോഡ്സെയോട് കോടതി ആരാഞ്ഞു, എന്തിനാണ് താങ്കൾ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത്?
ഗോഡ്സെയുടെ സത്യവാങ്മൂലം ഇന്നും നമ്മുടെ ആർക്കൈവ്സിൽ ഉണ്ട്. പക്ഷേ അത് എത്ര നാൾ അവിടെ ഉണ്ടാകും എന്ന് ഇനി പറയാൻ കഴിയില്ല കേട്ടോ. ഗോഡ്സെ പറഞ്ഞത് 3 കാരണമാണ്. ഒന്ന്, മഹാത്മാഗാന്ധി ഹിന്ദുക്കൾക്കൊപ്പം മുസ്ലിമിന് പരിഗണന നൽകി. 2, ഹിന്ദുത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്ന രീതിയിലുള്ള നിലപാട് നിരന്തരമായി തുറന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഹിന്ദി ഭാഷയ്ക്ക് പകരം, അതാണ് ഹിന്ദുവിന്റെ ഭാഷ, അതിനു പകരം അദ്ദേഹം ഹിന്ദുസ്ഥാനിയാണ് ഉപയോഗിച്ചത്. ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഹിന്ദിയും അതോടൊപ്പം ഉറുദുവും ചേർന്ന ഒരു ഭാഷയാണ്. അതാണ് അദ്ദേഹത്തോട് വിരോധം തോന്നുന്നതിനിടയായത്. ഗോഡ്സെയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യമാണ്. സവർക്കറുടെ വിചാരധാരയുടെ ആവേശമാണ് ഗോഡ്സെക്ക് അത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തുന്നതിനുള്ള ആവേശം നൽകിയത്. അവർ പറഞ്ഞു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കൾ 3 ആളുകളാണ്: മുസ്ലിം, ക്രിസ്ത്യൻ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ. വിചാരധാരയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഹിന്ദു മഹാസഭയുടെ സ്ഥാപകനാണ് സവർക്കർ, അവരുടെ കാണപ്പെട്ട ദൈവം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലും രാഷ്ട്രപിതാവിന്റെ പടത്തിനൊപ്പം സവർക്കറുടെ പടമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിൽ മഹാത്മാഗാന്ധിയുടെ പടമില്ല. അവിടെ വലുതായി പൂജിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സവർക്കറുടെ പടമാണ്. ഇപ്പോഴും ആളുകൾ പറയുകയാണ് ഗോഡ്സെ ശരിയാണ്. പ്രത്യേകിച്ച് ഗോഡ്സെ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവനാണെന്നും ഗോഡ്സെക്ക് ക്ഷേത്രം പണിയണമെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വൈവിധ്യപൂർണമായ സംസ്കാരത്തെ തകർക്കാൻ അവരന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുത്വം എത്ര ആക്രമണോത്സുകമായാണ് അവർ രംഗത്ത് വരുന്നത് എന്ന് നമ്മൾ കാണുന്നില്ലേ? അവരഴിഞ്ഞാടുകയാണ്. കൊലപാതകം ഗാന്ധിജിയിൽ അവസാനിച്ചില്ലല്ലോ. അദ്ദേഹത്തിന്റെ മെലിഞ്ഞുണങ്ങിയ ശരീരത്തിലേക്ക് വെടിയുണ്ട പായിച്ച് മഹാത്മാഗാന്ധിയെ കൊല്ലാക്കൊല ചെയ്തപ്പോ ചില ആളുകൾ കരുതി ഇത് അവസാനിച്ചു എന്ന്. പിന്നീട് എത്രയെത്ര പേരെയാണ് ഈ സംഘം കൊന്നുതള്ളിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഗോവിന്ദ് പൻസാരി ഓർക്കുന്നില്ലേ? ഏറെ അകലെയല്ല ഗോവിന്ദ് പൻസാരി രക്തസാക്ഷിയായത്. ദബോൽക്കറും കൽബുർഗിയും, എന്തിന് മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷ്, അവരെ ദുർബലമായ ശരീരത്തിലേക്ക് വെടിയുണ്ട പായിച്ചത് സംഘപരിവാരത്തിനെതിരായി അവർ പ്രവർത്തിക്കുന്നു, അവർ ലേഖനം എഴുതുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവരെല്ലാം വേട്ടയാടിയതും ഗോഡ്സെയുടെ അനുയായികൾ തന്നെ. അധികാരത്തിലിരുന്ന് മതനിരപേക്ഷതയുടെ അടിത്തറയാണ് BJP തകർത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? 28 വർഷം മുമ്പ് നാടിനെ നടുക്കിയ ബാബറി മസ്ജിദിന്റെ തകർച്ച, ആ ബാബറി മസ്ജിദിനെ തകർത്ത ആളുകൾ ഇന്ന് കുറ്റവിമുക്തരായി എന്നാണ് ഇന്നലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കുറ്റകൃത്യത്തെ കോടതി നീചമായി ന്യായീകരിക്കുകയാണ്. യാതൊരു അറപ്പുമില്ല അവർക്ക്. CBIയുടെ നിലപാട് എത്ര നെറികെട്ടതാണ്. അവരെന്താണ് കേസ് അന്വേഷണത്തിൽ ചെയ്തത്? എന്നാൽ കോടതിയോ? സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞു വെച്ചു, കടുത്ത നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണിത്. എന്നാൽ വിചാരണ കോടതി റിട്ടയർമെന്റിന് തൊട്ട് തലേന്ന് ആ കോടതി ജഡ്ജ് വിധി പറയുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം വെള്ളപൂശിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ടാണ് കടന്നുപോയത്. എങ്ങോട്ടാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ പോക്ക്? ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയത് 1992 ഡിസംബർ 6. അന്ന് അധികാരത്തിലിരുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണല്ലോ. നരസിംഹറാവു പ്രധാനമന്ത്രി.
അദ്ദേഹത്തെക്കുറിച്ച് വാനോളം പാടിപ്പുകഴ്ത്താറുണ്ട് പലരും. 14 ഭാഷ അറിയാവുന്ന മഹാപണ്ഡിതനായ ഒരാളാണ്. അവരാണ് പള്ളി പൊളിക്കാൻ അവസരമൊരുക്കിയത്. ഇന്ന് ഗദ്ഗത കണ്ടരാവുന്ന കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിക്കട്ടെ, അന്ന് നിങ്ങൾ എവിടെയായിരുന്നു? തർക്കത്തിലിരുന്ന പള്ളി തുറന്നു കൊടുക്കാനും ശിലാപൂജ നടത്താനും അനുവാദം നൽകിയത് കോൺഗ്രസ് അല്ലാതെ മറ്റാരുമല്ല കൂട്ടരെ. അവരാണ് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. വർഗീയ കലാപം ആളിപ്പടരുന്ന രീതിയിലുള്ള പ്രവർത്തനം എത്ര കാലമായി കൂട്ടർ നടത്തുന്നു BJP? ഗുജറാത്തിൽ 3 സന്ദർഭങ്ങളിലായി അധികാരത്തിലിരുന്ന ഇതേ നരേന്ദ്രമോദിയുടെ കാലത്താണ് വംശഹത്യക്കുതകുന്ന നിലപാടുകൾ അവിടെ അഴിഞ്ഞാടിയത്. ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നു തല്ലി. മുഖത്ത് ഒരു തൂവാല പോലും ഇല്ലാതെ നിരപരാധികളെ അരിഞ്ഞു തള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്ത് നടപടിയാണ് അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് അന്ന് ഈ വർഗീയ ഭ്രാന്തന്മാരെ, കൊലപാതകികളെ, അക്രമകാരികളെ കയ്യാമം വെച്ച് നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് BJP എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിന്റെ 7 അയലത്ത് പോലും വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. BJPക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള പാതയൊരുക്കിയത്, വഴി തുറന്നു കൊടുത്തത് ഈ കോൺഗ്രസ് അല്ലാതെ വേറെ ആരുമല്ല. ബാബറി മസ്ജിദിന്റെ തകർച്ച അന്ന് 1992 അദ്വാനിയും ജോഷിയും ആളുകളൊക്കെ പോയല്ലോ, നമ്മൾ ഓർമ്മയുണ്ട് ആളുകൾക്ക്. അതിന്റെ മിനാരങ്ങൾ ഒന്നൊന്നായി തകരുമ്പോ പൂജാമുറിയിൽ നിസ്സംഗതയോടുകൂടിയിരുന്ന് കഴിഞ്ഞപ്പോ അവിടെ വന്നവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നാരാഞ്ഞ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അതാണ് നരസിംഹറാവു. ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകരുമ്പോ നിരപരാധികളാണ്, കുറ്റവിമുക്തരാണ് എന്ന് കോടതി ഇന്നലെ പറഞ്ഞ അദ്വാനിയും ജോഷിയും അതോടൊപ്പം തന്നെ ഉമാഭാരതിയും ഋത്വംബരെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ വഹിച്ച പങ്ക് നാട് കണ്ടതാണ്. മിനാരങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോ അവിടെ ഉമാഭാരതിയും അതുപോലെ തന്നെ ഋത്വംബരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്ക വിളിച്ച മുദ്രാവാക്യം കാശി മധുര ബാക്കി ഹേ എന്നാണ്. കാശിയും മധുരയും ബാക്കിയുണ്ട്. ആയിരക്കണക്കിന് പള്ളികൾ ഇനിയും തകർക്കാനുണ്ട്. അയോധ്യയിൽ ആഗസ്റ്റ് മാസം 5-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിലാപൂജ നടത്തുന്ന, തറക്കല്ലിടുന്ന പ്രതീകമായി നടത്തിയ പരിപാടിയിൽ ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരികയായിരുന്ന സംഘപരിവാരത്തിന്റെ പ്രതിനിധികൾ, നേതാക്കൾ അവരാവർത്തിച്ച് പറഞ്ഞു കാശിയും മധുരയും ബാക്കിയുണ്ട് എന്ന്. ഇവിടെ ജനാധിപത്യം പുലരുമോ, മതനിരപേക്ഷത പുലരുമോ, നാട് നിലനിൽക്കുമോ എന്ന ആകുലതയാണ് ജനങ്ങൾ വരുന്നത്. ഇതും എല്ലാ മേഖലയിലും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. മതന്യൂനപക്ഷങ്ങളെയും പിന്നോക്കക്കാരെയും വേട്ടയാടുകയാണ്. ദില്ലി നമ്മൾ കാണുന്നില്ലേ, കത്തിയെരിയുകയാണെന്ന്. സംഘപരിവാരത്തിന്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സംശയത്തിന്റെ നിഴലിൽ നിർത്തി മതന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ പിന്നോക്കക്കാരെയും വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട് ലോകത്തിന്റെ മുന്നിൽ തന്നെ തലതാഴ്ത്തുന്ന സാഹചര്യമുണ്ടായി. അപമാനിതരായി. ഭരണഘടന കാറ്റിൽ പറത്തുന്ന നിലപാട് സ്വീകരിച്ച് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമത്തിന് അവിടെ സന്നദ്ധമായി മുന്നോട്ട് വന്നപ്പോ സമാധാനപരമായ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധമുയർത്തിയവരെയെല്ലാം അവർ വേട്ടയാടുകയാണ്. പൗരത്വ ഭേദഗതി നിയമം എത്രമാത്രം അപകടകരമാണ് എന്ന് നമ്മുടെ നാട് ചർച്ച ചെയ്തതാണ്. ഒരു സംസ്ഥാനത്ത് മാത്രം ആസാമിൽ 19 ലക്ഷം ആളുകളാണ് പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി
ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കുടുംബം ഉൾപ്പെടെ. രാഷ്ട്രപതിയുടെ കുടുംബത്തിന്റെ ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ്? അവരുൾപ്പെടെ പുറത്തു പോകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. മതമാണ് പൗരത്വത്തിന് മാനദണ്ഡമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യ ഉയർന്നെഴുന്നേറ്റു. സന്ധിയിൽ ഇതിന് ഈ വാദഗതി അംഗീകരിക്കാൻ നിർവാഹമില്ല. സർക്കാർ ഭരണഘടന തകർക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളതിന് സമ്മതിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് വന്നു. ഇന്ത്യൻ തെരുവുകളാകെ കത്തിജ്വലിക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കെല്ലാം ആവേശം പകരുന്ന രീതിയിലുള്ള സാഹചര്യം. ഈ നിയമം അംഗീകരിക്കില്ലെന്നുള്ള പ്രഖ്യാപനമുണ്ടായി ഈ നാട്ടിൽ. കേരളത്തിലെ ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുത്തു. ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ വന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമാക്കാർ ഒക്കെ, JNU, ജാമിയ മില്ലിയ, സർവകലാശാലകളൊക്കെ ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് വരുന്ന സാഹചര്യം. സമരക്കാരെ കാണുന്നതിന് വേണ്ടി സുപ്രസിദ്ധ സിനിമാ നടി ദീപിക പാദുക്കോൺ പോയി. ഇപ്പൊ പെട്ടിരിക്കുകയാണ്. എതിർക്കുന്നവരോട് പകയോടുകൂടിയുള്ള നിലപാട് എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കുക. അവരെ ഇപ്പോ മയക്കുമരുന്ന് കേസിലാണ് പെടുത്തി അറസ്റ്റ് ചെയ്തത്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമം ആർക്ക് വേണ്ടിയാണ്? മഹാത്മജി സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു, നിയമം നീതിപൂർവകമല്ലെങ്കിൽ അത് നിഷേധിക്കേണ്ടതാണ്, അത് ലംഘിക്കേണ്ടതാണ്. ഗാന്ധിജിയുടെ നിലപാടതായിരുന്നു. നിയമലംഘന പ്രസ്ഥാനം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം തകർത്തില്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാനത്തോട് പോലും യാതൊരു ചോദ്യവുമില്ലാതെ ഏകപക്ഷീയമായ നിലപാട്. പട്ടാള ശക്തി കൊണ്ട് സമാധാനം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അവർ നടത്തിയത്. മതവികാരമുണർത്തി ജനങ്ങളെയും അതുപോലെ തന്നെ നാടിനെയും വിഭജിച്ച് അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അതാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീതിന്യായ സംവിധാനം ഉൾപ്പെടെ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുകയാണോ? നീതിന്യായ സംവിധാനത്തിൽ രാജ്യം നീങ്ങുന്നത് ഭയപ്പോട് കൂടിയാണോ? എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? ഏകാധിപത്യത്തിലേക്കാണോ നമ്മുടെ നാട് പോകുന്നത്? ഒരുപാട് ആശങ്കകൾ ഉയരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളെ കേന്ദ്രാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ അട്ടിമറിക്കുകയാണ്. അതിന് കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയാണ്. വർഗീയ കലാപം നടത്തുന്നവർക്ക് സംരക്ഷണമേകുന്ന നിലപാട് സ്വീകരിക്കുന്നു. കിഴക്കൻ ദില്ലിയിൽ നമ്മൾ കണ്ടതാണത്. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്നതിന് വേണ്ടി ശ്രമം. നിങ്ങൾ നാവില്ലാത്ത അടിമകളായി കഴിയണമെന്നവർ കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്വേഷണ ഏജൻസികളെയാണ് സമീപകാലത്തായി അവർ ഉപയോഗപ്പെടുത്തുന്നത്. CBI, അതുപോലെ തന്നെ അതുപോലുള്ള സംവിധാനങ്ങൾ. CBIയെ കുറിച്ച് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ലോധയുടെ ഒരു നിരീക്ഷണമുണ്ടായി. അദ്ദേഹം പറഞ്ഞു CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന്. ലോധ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് എന്നുള്ള ലോധയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ലോധയുടെ നിലപാട് മാത്രമല്ല, ജുഡീഷ്യറിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. 2 നാൾ മുമ്പാണ് ഇന്ത്യയിലെ നിയമജ്ഞരെല്ലാം കൂടിയുള്ള ഒരു വെബിനാർ സംഘടിപ്പിച്ചത്. ആ വെബിനാറിന്റെ വാർത്ത മലയാളത്തിലെ പ്രമുഖമായ ഇടതുപക്ഷ പത്രങ്ങളിൽ വന്നു. പക്ഷെ മറ്റു പത്രങ്ങൾ തമസ്കരിച്ചു അത്. സുപ്രീം കോടതിയിലെ ജഡ്ജി ലോക്കൂർ, അതുപോലെ തന്നെ ചലമേശ്വർ, MK സിഗ്രി തുടങ്ങിയ ജസ്റ്റിസുമാർ പങ്കെടുത്ത ഒരു വെബിനാറാണ്. ജമ്മു കാശ്മീരിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സെമിനാർ. അവരാശങ്ക പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ പോക്കിനെ സംബന്ധിച്ചാണ്. വലിയ അപകടം മണക്കുന്നില്ലേ? ഫാസിസത്തിന്റെ കടന്നുവരവിന്റെ കാലൊച്ച നമ്മൾ അസ്വസ്ഥമാക്കുന്നുണ്ടോ? എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? മാധ്യമങ്ങളെയെല്ലാം നിശബ്ദരാക്കുകയാണ് അവർ. കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സ്വാതന്ത്ര്യമുള്ളവരാണ്. അവരിടയ്ക്കിടെ മാധ്യമ പ്രമുഖർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
അവർ പറയുന്നുണ്ട്, അധികാരത്തിൽ ഇരിക്കുന്നവരെ നോക്കി ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിക്കട്ടെ അവർ. എന്നാൽ ഈ പത്രാധിപന്മാർക്ക്, അവിടെ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുണ്ടോ? അവരുടെ തൊണ്ടയിൽ കുടുങ്ങിയ എല്ലിൻ കഷ്ണം ശബ്ദം പുറത്തു വരാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. എത്ര മാധ്യമ പ്രവർത്തകരെയാണ് വകവരുത്തിയത്? എത്ര മാധ്യമങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്? നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഗൗരി ലങ്കേഷിനെ പോലും കൊന്നു തള്ളിയത് തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ്. സാംസ്കാരിക രംഗം കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. ഞാൻ വിസ്താരമായാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുകയല്ല. എന്ത് പറയണം, എന്തെഴുതണം, എങ്ങനെ പാടണം, എങ്ങനെ വരാക്കണം, ഇതെല്ലാം തങ്ങൾ നിശ്ചയിക്കുമെന്ന് പറയുന്ന രീതി ഈ നാടിനെ എന്തുമാത്രം അപകടത്തിലേക്കാണ് കൊണ്ടുപോകുക. എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത് നിശ്ചയിക്കുകയും ഞങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ധിക്കാരം നമുക്ക് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയുമോ? ഈ നാടിന്റെ ചരിത്രമെല്ലാം മാറ്റി എഴുതുകയാണ്. വിദ്യാഭ്യാസം സംഘപരിവാരത്തിന് അനുകൂലമായി മോൾഡ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് അവർ പറയുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ അയലത്ത് പോകാത്തവർ, പുനഃപ്രവയലാറും കയ്യൂരും കരിവള്ളൂരും ഈ കേരളത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പോരാട്ടത്തിന്റെ ഭൂമിയിൽ മുഷ്ടി ചുരുട്ടി സാമ്രാജ്യത്വവുമായി പടപൊരുതി മുന്നോട്ട് പോയ ധീരനായ ദേശാഭിമാനികൾ, എത്രയാളുകളാണ് പിടഞ്ഞുവിട് മരിച്ചത്? ആയിരങ്ങൾ. അവരെ ഒന്നും സ്വാതന്ത്ര്യ സമര സേനാനികളായി പരിഗണിക്കില്ലെന്ന് മോദി പറയുന്നു. നേരത്തെ സഖാവ് ഇന്ദ്രജിത് ഗുപ്ത, കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തരമന്ത്രി, അംഗീകരിച്ചതാണ് ഇവരെയെല്ലാം. തെലങ്കാന സമരം ഇതിൽ വരില്ല എന്നാണ് അവർ പറയുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എഴുതാൻ എല്ലാം മാറ്റണം എന്നവർ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താണ് ഈ RSSും BJPയും ചെയ്തത്? BJP അന്നില്ലല്ലോ, ഈ RSS ചെയ്തത്. RSSന് സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കെന്താണ്? ഹിന്ദു മഹാസഭയ്ക്കുള്ള പങ്കെന്താണ്? അവരൊന്ന് ഒറ്റുകാരായിരുന്നു, സ്വാതന്ത്ര്യത്തിനൊരു പങ്കുമില്ലാത്തവരായിരുന്നു. ഇവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മിണ്ടാനിടയുണ്ട് എന്ന് കണ്ടപ്പോ ബ്രിട്ടീഷ് മേലധികാരികളുടെ മുന്നിൽ പോയി താണു വീണ് കേണപേക്ഷിച്ച് മാപ്പു തരണമെന്ന് പറഞ്ഞ നാണമില്ലാത്തവരാണ് എന്ന് പറയുന്നത്. കൂട്ടരെ, ഞങ്ങളാണ് സ്വാതന്ത്ര്യ സമരം അതിന്റെ ചരിത്രം മാറ്റിപ്പണിയാൻ പോകുന്നതെന്ന് അവരെല്ലാം മാറ്റി എഴുതാൻ ഒരുങ്ങുകയാണ്. സാംസ്കാരിക രംഗത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, സാർത്രും അതുപോലെ തന്നെ അൽബേർ കാമുവും തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തിന്റെ അനുഭവം ചില വായിക്കാനിടയായി. അതിൽ സാർത്ർ അൽബേർ കാമുവിനോട് പറയുകയാണ്, നിങ്ങൾ നിഷേധിച്ച ചരിത്രവും അതുപോലെ തന്നെ സത്യവും നിങ്ങൾ നിഷേധിക്കുന്ന കാലം വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് നിങ്ങൾ തികഞ്ഞ അക്രമകാരിയും ഭീകരവാദിയുമായി മാറും. ഭരണാധികാരികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് ചൂണ്ടിക്കാണിച്ചത്. നരേന്ദ്രമോദിയും BJPയും ആ രീതിയിലല്ലേ പോകുന്നത്? കാലം കഴിയുമ്പോൾ കൂടുതൽ കടുത്ത അക്രമകാരിയും അതുപോലെ തന്നെ ഭീകരവാദിയുമായി മാറുന്ന രീതിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള സന്നാഹങ്ങളാണ് അധികാരത്തിലിരുന്നു കൊണ്ട് BJPയും കൂട്ടരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം പരിതാപകരമാകുകയാണ്. പാവപ്പെട്ടവൻ കൈനീട്ടി വിശക്കുന്നു എന്ന് പറയുമ്പോൾ, പണിയില്ല, കൃഷിയില്ല, എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, സബ്സിഡി വേണം, മറ്റ് സൗകര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ, സൗജന്യ ശാപ്പാടിന്റെ കാലം കഴിഞ്ഞു, ഇനി നിങ്ങൾ ജീവിച്ചോളൂ. ഒരു ദിവസം 20 രൂപ കയ്യിലില്ലാത്ത 90 കോടി ജനങ്ങൾ ജീവിക്കുന്ന നാടാണ് ഇന്ത്യ എന്ന് ഔദ്യോഗികമായി പറയുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥയാണത്. മോദി പറയുന്നു, രാജ്യം വികസിക്കുന്നുണ്ട്. നിറം പിടിപ്പിച്ച കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട്, നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് അദ്ദേഹം പറയുന്നു, ഇന്ത്യ വളരുകയാണ്. അംബാനിയുടെയും അദാനിയുടെയും വളർച്ചയാണ്
അവരിൽ ആവേശമുണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഇന്ന് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖല തകരുകയില്ലേ? ഇന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കൃഷിക്കാരൻ കാർഷിക രംഗത്ത് നടപ്പാക്കുന്ന നിയമത്തിനെതിരായി വലിയ പോരാട്ടം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വരികയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ആ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിലും കർഷക പ്രതിഷേധം ആഞ്ഞടിക്കുന്ന ഉജ്ജ്വലമായ രീതിയിൽ വളർന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. പൊതുവായ എല്ലാം വിറ്റുതുലക്കുകയാണ്, കൊടുക്കുകയാണ് സ്വകാര്യ മേഖലക്ക്. അതിൽ വിമാനത്താവളമുണ്ട്, കൽക്കരിപ്പാടങ്ങളുണ്ട്, അതുപോലെ തന്നെ പെട്രോളിയം മേഖലയുണ്ട്. എല്ലാം കൊടുക്കുന്നു, പ്രത്യേകിച്ച് ധനമൂലധന ശക്തികൾക്ക്, കോർപ്പറേറ്റുകൾക്ക്. ആ നിലപാട് അവർ സ്വീകരിക്കുക. തൊഴിലില്ലായ്മ വളരുന്നുണ്ട്, ഒഴിവുകൾ നികത്തുന്നില്ല. ഒരു പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിനും, യുവമോർച്ചയുടെ കാര്യം പറയാനില്ല, യൂത്ത് കോൺഗ്രസിനില്ല. ഇവിടെ ഭരണ ചെലവ് കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇനി കേന്ദ്രത്തിൽ നിയമന നിരോധനമാണ് എന്നുള്ള ഉത്തരവ് വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് പറയുന്നു കോൺഗ്രസ്. അവർ യാതൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? UP-യിൽ ഇപ്പോ നമ്മുടെയൊക്കെ മനസ്സമാധാനം തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയല്ലേ? മഹാത്മാഗാന്ധി പറഞ്ഞു, ഒരു സ്ത്രീക്ക് അർദ്ധരാത്രിയിലും വഴി നടക്കാൻ കഴിയുന്ന ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം. ഡൽഹിയിൽ അങ്ങനെ നടക്കാൻ കഴിയോ? ഡൽഹിയിൽ സവർണരാൽ പീഡനത്തിന് വിധേയരായി 19കാരിയായ പെൺകുട്ടി കൊല്ലപ്പെട്ടു. മാനഭംഗത്തിനിടയായി ശരീരഭാഗങ്ങൾ മുഴുവൻ വെട്ടിനുറുക്കി. അഥവാ ജീവിച്ചിരുന്നാൽ പ്രതികളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ രൂപത്തെക്കുറിച്ച് സൂചന നൽകാൻ ഇടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവരുടെ നാക്ക് പിഴുതെടുത്തു. എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്! സവർണരായ യുവാക്കൾക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു. 2012 നിർഭയക്കെതിരായി നടന്ന കടന്നാക്രമവും നിർഭയയുടെ കൊലപാതകവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. UP-യിലെ BJP ഭരണം അക്രമകാരികളുടെ കൂടെയാണ്, കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ്. ഈ മാനഭംഗത്തിന് വിധേയരായി കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ശവശരീരം പോലും കുടുംബക്കാർക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ടായില്ല. ബന്ധുക്കളെ അറിയാതെ പോലീസുകാർ പാതിരാത്രിയിൽ ആ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. പോലീസ് കത്തിച്ചു കളഞ്ഞു. 2 നാൾ മുമ്പാണ് ബൽറാംപൂരിൽ 20 വയസ്സുള്ള ഒരു ദളിത് പെൺകുട്ടി മയക്കുമരുന്ന് നൽകി ഇതുപോലെ തന്നെ സവർണ യുവാക്കൾ മാനഭംഗപ്പെടുത്തി കൊല ചെയ്തത്. ഈ സംഭവങ്ങൾ അറിഞ്ഞ് നാട് വലിയ പ്രതിഷേധമുയർത്തുകയാണ്. ഇന്ന് CPI ഉൾപ്പെടെ ഇടതുപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർത്താൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. അവിടെ സംഭവ സ്ഥലത്തേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ പോയി. അവരെയും പോലീസ് കൈയേറ്റം ചെയ്തു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ആളുകളെയൊക്കെ കൈയേറ്റം ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു രോഷം ഉണ്ടാവണല്ലോ. അവർക്ക് വലിയ പ്രതിഷേധമുണ്ടോ? ചെന്നിത്തല എവിടെയാ? ഉമ്മൻചാണ്ടി എവിടെയാ? കേരളത്തിലെ കോൺഗ്രസ്സുകാരെവിടെയാ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അക്രമത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ആക്രമണ പരമ്പര അരങ്ങേറിയവർ, അഴിച്ചുവിട്ടവർ. എന്തേ രാഹുലിനും പ്രിയങ്കക്കും എതിരായി UP-യിൽ അവിടെ പോലീസും ഭരണ സംവിധാനവും വഴിഞ്ഞാടിയപ്പോ നിശബ്ദരായിരിക്കുന്നു? എന്താണ് ഇവിടെ ബാരിക്കേഡ് തകർത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിനകത്തേക്ക് പോലും കടന്നു കയറി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർ നിശബ്ദരാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് BJP-യെ നേരിടാൻ കഴിയില്ല. നിങ്ങൾ ഭയക്കുന്നു അവരെ. നിങ്ങൾ അവരെ പിണക്കേണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത്. നമ്മുടെ നാടിൻ്റെ ദയനീയമായ അവസ്ഥയാണിത്. ഇതിനെ ചെറുക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇടത്
മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരായി അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി രംഗത്തിറങ്ങേണ്ടുന്ന കാലമാണ് ഇക്കാലം എന്ന് സൂചിപ്പിക്കട്ടെ. ഈ സന്ദർഭത്തിൽ കേരളം കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് 3 മാസത്തിനുള്ളിൽ 50,000 പേർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. നേരത്തെ 1,40,40,000 പേർക്ക് ജോലി കൊടുത്തു, ഇപ്പോൾ 50,000 പേർക്ക് കൂടി. നിയമന നിരോധനമില്ല. ഇവിടെ എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പുതിയ സമീപനമാണത് കേരളത്തെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കൊറോണ വലിയ വെല്ലുവിളി ഉയർത്തുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട്. ആ നിലപാടിന് പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട്. ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടല്ലത്. പൊതുവായതെല്ലാം സംരക്ഷിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണം. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ച 5 ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നത്. 2.5 ലക്ഷം പേർക്കാണ് പുതുതായി വീടുകൾ കൊടുത്തത്. ഇനി വീടുകൾ നിങ്ങൾ കൊടുക്കണ്ട, ഇവിടെ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കട്ടെ, പട്ടിണിക്കാരില്ലാത്ത നാടായി കേരളം നിലനിൽക്കണമെന്ന് തീരുമാനിച്ച് എല്ലാ മാസവും കിറ്റുകൾ കൊടുക്കുക 80 ലക്ഷം ആളുകൾക്ക്. ഞാൻ ആ കണക്കുകളും കാര്യങ്ങളും കൂടുതൽ പറയാനല്ല ആഗ്രഹിക്കുന്നത്. 54 ലക്ഷം ആളുകൾക്ക് പെൻഷൻ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. ഇപ്പോ 600 നിന്ന് വർദ്ധിച്ച് 1,400 നാം അടുത്ത തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് വീണ്ടും വർധനവിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. കൃഷിയിൽ വലിയ പുരോഗതി ഉണ്ടായില്ലേ? സമൃദ്ധ കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതിയുമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു. ഇത് കേന്ദ്ര നിലപാടുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് എന്ന് ഓരോ മേഖല പരിശോധിച്ചാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. പിന്നിട്ട 4 വർഷം എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നു. നിപ, മറ്റൊരു വർഷമായപ്പോൾ ഓഖി, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ ആകെ തകർക്കപ്പെട്ടതാണ് ഓഖിയുടെ അഞ്ഞടിക്കലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും. പ്രളയമുണ്ടായി, പിന്നീട് പേമാരി ഉണ്ടായി. ഇപ്പൊ ലോകത്താകെ ഉണ്ടെങ്കിലും കേരളത്തിലും ഇപ്പോ കൊറോണയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഇതിനെതിരായി പ്രതിരോധത്തിന്റെ വൻമതിൽ തീർത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. UDF-നൊപ്പമുള്ള ആളുകൾക്കും അതിൽ വിയോജിപ്പുണ്ടാകും എന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. 4 വർഷമായി ഈ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനം ഉണ്ടായില്ല. UDF-കൾക്ക് അതുപോലെ തന്നെ LDF-നെതിരായി ചിന്തിക്കുന്ന ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു സ്വകാര്യ ചാനൽ പറഞ്ഞു, ഇതാ വീണ്ടും ഇവർ തുടർഭരണത്തിന് വേണ്ടിയുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിന് മാർക്കില്ല, അദ്ദേഹത്തിന് വലിയ അംഗീകാരമില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലേക്കാണ് നാട് പോകുന്നത്. കലാപമുണ്ടാക്കി ഈ നാടിന്റെ സമാധാനം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഈ നേട്ടങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് LDF വിരുദ്ധ നിലപാട് അവർ സ്വീകരിക്കുകയാണ്. ഇത്രമാത്രം നീചമായ ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസും അതോടൊപ്പം തന്നെ BJP-യും രണ്ടും ഒന്നാണ്, ഒന്നിച്ചാണ് അവർ. ചില ആളുകൾ പറയുന്നത് പോലെ അനിയൻ ബാവയും ചേട്ടൻ ബാവയും എന്ന് പറയുന്ന രീതിയിൽ ആ പഴയ വാചകം കടമെടുക്കട്ടെ, ആ രീതിയിലാണ് ഇവർ പോകുന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൽ കേരളം മാതൃകയാണ്. ഇപ്പോൾ എണ്ണം കൂടുന്നുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് നടക്കുന്നുണ്ട്. അത്തരത്തിൽ എണ്ണം കൂടുന്നതിന് വേണ്ടി ഇടയാക്കിയത് കോൺഗ്രസും UDF-ഉം അതുപോലെ തന്നെ BJP-യും എടുത്ത നിലപാടാണ്. ഒരു നിയന്ത്രണങ്ങൾക്കും ഞങ്ങൾക്ക് വഴങ്ങില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചു. അങ്ങനെയാണല്ലോ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇത് വരുന്ന സാഹചര്യം ഉണ്ടായത്. നിയന്ത്രണങ്ങളില്ല, ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള സമരങ്ങൾ, നിയന്ത്രണങ്ങളൊന്നും ആവശ്യമില്ലെന്നുള്ള സമീപനങ്ങൾ, കൊറോണ പ്രതിരോധ പ്രവർത്തന സംവിധാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇടയാക്കിയത്. ഈ നാടിനോട് മാപ്പ് പറയണം ഇക്കൂട്ടർ. അതാണ് അവർ ചെയ്യേണ്ടത്. പുതിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടവർ മുമ്പോട്ട് വരുന്നുണ്ട്. അതിൽ സ്വർണ്ണക്കടത്ത്, മറ്റു വിവാദങ്ങളൊക്കെ അവർ പറയുന്നു.
ഈ വിവാദങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സന്നദ്ധമാണ്. സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നം വന്നപ്പോൾ അന്വേഷിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ആദ്യം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ആണല്ലോ. അങ്ങനെ അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്നുള്ള സമീപനം സ്വീകരിക്കുകയും അന്വേഷണ ഏജൻസികൾ വരികയും ചെയ്തു. അന്വേഷണ ഏജൻസികൾ എല്ലാ ആളുകളെയും കണ്ടിട്ടില്ല. പല ആളുകളെയും ഇപ്പോഴും അന്വേഷണ ഏജൻസികൾ കാണുന്നില്ലല്ലോ. ഈ കൊക്കുകൾ മീൻ പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചെറിയ മീനിനെ കാണുമ്പോൾ കൊക്കുകൾ ആഞ്ഞു കൊത്തും, അതിനെ പിടിക്കും. വലിയ മീനിനെ കാണുമ്പോൾ കണ്ണടച്ച് കളയും. അന്വേഷണ ഏജൻസികളുടെ നിലപാട് അതാണോ? എന്താണ് ഡിപ്ലോമാറ്റിക് ബാഗിലെല്ലാം ഈ സാധനം വന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെന്റ് തിരുത്തുമ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല. ഇത് പിടിച്ചപ്പോൾ തന്നെ സഹായവുമായി അവരുടെ പിന്നാലെ പോയ BJPയുടെ മാധ്യമത്തിന്റെ എഡിറ്റർ ഞങ്ങളുടെ നാട്ടുകാരനാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അനിൽ നമ്പ്യാരെ തുറന്ന് ചോദ്യം ചെയ്യുന്നില്ല? മണിക്കൂറുകൾ ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ചെയ്യട്ടെ. ഖുർആൻ കൊണ്ടുവന്നതിന് ജലീലിനെ ചോദ്യം ചെയ്യട്ടെ. പെരുന്നാളിന്റെ സമയത്ത് കുറച്ച് ഖുർആനുണ്ട്, നിങ്ങളത് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കും എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കുറ്റം. ഇരിക്കട്ടെ, അദ്ദേഹം പോയി പറഞ്ഞു. ഇനി ആരായാലും ഈ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കണം. അതിന് നേരായ സമീപനമാണ് വേണ്ടത്. ഇപ്പോൾ CBI വന്നിട്ടുണ്ട്, ലൈഫ് പദ്ധതി. CBI നേരാവണ്ണം പോയാൽ CBIക്ക് പിന്തുണയുണ്ട്. CBIക്ക് റിമാർക്കുണ്ട് നമ്മുടെ നാട്ടിൽ. വളഞ്ഞ വഴിയിൽ പോയാൽ CBIയുടെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥ. ജനങ്ങൾ പ്രതിസന്ധിയിൽപ്പെട്ടുകൊള്ളുമ്പോൾ അവർക്ക് താങ്ങായി, തണലായി, സംരക്ഷണമായി അതിൻ്റെ കവചം ഒരുക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോവുകയാണ്. തുടർഭരണത്തിന് വേണ്ടിയുള്ള സാധ്യത ഇടതുപക്ഷത്തിനാണ് എന്നുള്ള വികാരമാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. അതാണ് ജനങ്ങളുടെ പൊതുവികാരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറിട്ടൊരു സമീപനം സ്വീകരിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന്, ഇന്ത്യക്ക് മാതൃകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആ തുടർഭരണമില്ലാതിരിക്കാൻ നേരത്തെ കാണിച്ച രീതിയിലുള്ള വഴിവിട്ട ധാരണകളും നിലപാടുകളും 91 ഓർക്കുന്നുണ്ട്. BJPയും അതുപോലെ തന്നെ UDF, മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് കൈകോർത്തവരാണ് പരസ്യമായി. അതിലെ കേരളം പോവുകയാണ്. അന്ന് ബേപ്പൂരിലും വടകരയിലും BJP സ്ഥാനാർത്ഥി RSSന്റെ നേതാവ് ഹരി എഴുതി വെച്ചു, ഞങ്ങളെ കൊണ്ടാണ് കോൺഗ്രസിന് 40 സീറ്റ് കൂടുതൽ കിട്ടിയതെന്ന്. അത് വീണ്ടും ആ ചങ്ങാത്തം ശക്തിപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. BJPയും അവരും തമ്മിലുള്ള ധാരണ അതാണ്. അതുകൊണ്ടാണ് BJPയും കോൺഗ്രസും UDFും ഒരുപോലെ നിലപാട് സ്വീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് കൊറോണ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പരമാവധി ഇടപെട്ടുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി നമുക്ക് സഹകരിക്കണം. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ അണിചേരുന്ന ആരോഗ്യ പ്രവർത്തകരെ നമുക്ക് അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട്. അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് കേരളം പ്രഖ്യാപിക്കുകയാണ്. കേരളം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് മഹാത്മജിയെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു പുതിയ ഇന്ത്യയുടെ ഈ ഇരുണ്ട നാളുകളിൽ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള മിന്നാമിനുങ്ങ് പോലെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയേകുന്ന നടപടികളും നിലപാടുകളും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. രാജ്യത്തെ കൃഷിക്കാരും തൊഴിലാളികളും എല്ലാം സമരരംഗത്ത് അണിനിരക്കുക. ക്യാമ്പസുകൾ സജീവമാകുന്നുണ്ട്. യുവാക്കൾ പോരാട്ടത്തിന്റെ പാതയിൽ അണിനിരക്കുകയാണ്. നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോരാട്ടം. ഇന്ത്യയുടെ ഭാവിയിൽ ആശങ്കയുള്ളവരെല്ലാം ഈ പോരാട്ടത്തിലുണ്ട്. നാളെ ഇന്ത്യ നിലനിൽക്കുമോ എന്ന് ചിന്തിക്കുന്നവരെല്ലാം, ആകുലപ്പെടുന്നവരെല്ലാം ഈ പോരാട്ടത്തിലുണ്ട്.
ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ എടുക്കാനുള്ള പ്രതിജ്ഞ. കാലം നമ്മോട് ആവശ്യപ്പെടുന്നു അതാണ്. ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ കരുത്ത് സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലത്തെ സമ്പന്നമായ പോരാട്ടത്തിൻ്റെ പാരമ്പര്യങ്ങളും അതുപോലെ ഇന്ത്യയുടെ നല്ല പാരമ്പര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ AYF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും പൊതുസമൂഹത്തിനും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ കഴിയും എന്ന പ്രത്യാശയോടെ സാമാന്യം നീണ്ടുപോയ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹാത്മജിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. തിരുവനന്തപുരം ജില്ലയിലെ AYFന്റെ പ്രവർത്തകരെ എല്ലാം അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം സഖാക്കളെ.